ഒരു മനുഷ്യൻ ഒരു റോബോട്ടിനെ പ്രണയിക്കുന്ന കഥയുമായിട്ടാണ് തേരി ബാത്തോ മെയിൻ AC ജുലാഗ് ജിയ എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും 57 സെക്കൻഡ്സും ദൈർഘ്യം വരുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 9 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് സാഹിദ് കപൂറും കൃതി സനോമാണ്. ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. നല്ലൊരു ഫൺ ഫാമിലി സയൻസ് ഫിക്ഷൻ മോഡലൊരുങ്ങുന്ന ഒരു ചിത്രം കൂടെയാണ്. ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ ആദ്യം കണ്ടപ്പം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ലവ് സ്റ്റോറി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ട്രെയിലറിൻ്റെ കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാരണം സാഹിദ് കപൂർ സ്നേഹിക്കുന്നത് ഒരു മനുഷ്യ റോബോട്ടിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇമ്പോസിബിൾ ലവ് സ്റ്റോറിയുടെ കഥയൊക്കെയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രഷ് കണ്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർ കമൻ്റ് ഇടുന്നുണ്ട് ഇതിൽ മറ്റേ കൊറിയൻ സിനിമയായ ഏതോ ഒരു സിനിമയുടെ പകർപ്പാണെന്ന് ഇത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ നല്ല കണ്ടൻറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല കത്തിക്കയറാൻ പറ്റിയ സാധനങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ ബോളിവുഡ് തിരിച്ച് ട്രാക്കിലെത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരെ തിരിച്ചു വരവും നമുക്കൊരു ആവശ്യം തന്നെയാണ് നമ്മളെ ഇന്ത്യൻ സിനിമയ്ക്കും. അപ്പം ഏതൊരു സിനിമയായിരുന്നാലും ക്വാളിറ്റിയും നല്ല കണ്ടൻറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസ് തൂക്കുന്നതിനെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നല്ല ഒരു ട്രെയിലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറാണ്, കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ടൈറ്റിൽ എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ ഒരുപാടൊരു വലിയ ടൈറ്റിലാണ്, എൻ്റെ നാവിലത് വഴങ്ങത്തില്ല. അതുകൊണ്ടാണ് ടൈറ്റിൽ ഞാൻ ആദ്യമേ അവിടെ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.